ശുദ്ധമായ ദുൽഹിജ്ജ മാസം സമാഗതമായിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാസമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ അമലുകൾ ഈ 10 ദിവസങ്ങളിൽ ചെയ്തിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ആ ഒരു 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ സൽക്രമം അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന പോലെ, ആ 10 ദിവസങ്ങളിലെ സൽക്രമം അല്ലാഹു ഇഷ്ടപ്പെടുന്ന പോലെ മറ്റൊന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബിമാര് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നത് പോലും ഇതിന്റെ താഴെയാണോ, അതായത് അതിനേക്കാളും ഉത്തമമാണോ എന്ന് ചോദിച്ചു. ഈ 10 ദിവസങ്ങൾ വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരവും ഇതിനോടൊപ്പം എത്തുകയില്ല. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി തുമ്മ ലം യർജിഅ മിൻ ദാലിക ബിശൈ, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പുറപ്പെട്ട് പിന്നെ ഒരിക്കലും തിരിച്ചു വരാതിരുന്ന ഒരു മനുഷ്യനൊഴികെ എന്ന് അതിന് മറുപടി പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേറെയും ഹദീസുകൾ ഈ ദിവസങ്ങളുടെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത വിളിച്ചോതുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ വൽ ഫജ്രി വലയാലിൻ അശ്ർ, വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ ഫജ്റിനെ തന്നെയാണ് സത്യം, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്രിൻ, 10 രാവുകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത് അശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെ സംബന്ധിച്ചാണ്, 10 രാവുകളെ കുറിച്ചാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മുഫസ്സിരീങ്ങൾ ബഹുഭൂരിഭാഗം ആളുകളും ആ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് വളരെ ഏകോപിച്ചുകൊണ്ട് തന്നെ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അല്ലാമ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ കൊടുത്ത അശ്റു ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ഇത്രമാത്രം ശ്രേഷ്ഠത വരാൻ കാരണം والذي يظهر أن السبب في امتياز عشر ذي الحجة لمكان اجتماع أمهات العبادة فيه എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇബാദത്തുകളിലെ ഉമ്മമാരായ വളരെ ശ്രേഷ്ഠമായ ഇബാദത്തുകൾ എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു 10 ദിവസമാണിത്. അതായത് ഇതിൽ നിസ്കാരമുണ്ട്, പെരുന്നാൾ നിസ്കാരം, അല്ലാത്ത നിസ്കാരങ്ങൾ, ഫർളും സുന്നത്തുകളൊക്കെ, നോമ്പ് സുന്നത്തുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 9 കൂടിയ ദിവസങ്ങളിൽ നോമ്പ് പ്രത്യേകമായ ശ്രേഷ്ഠതയാണ്. ദുൽഹിജ്ജ 9 അറഫാ ദിനം, പിന്നെ സ്വതക്ക അതിൽ വരുന്നുണ്ട്, ഹജ്ജ് വരുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരവസരം ഈ 10 ദിവസങ്ങളിലല്ലാതെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രമാത്രം ഇതിന് ശ്രേഷ്ഠത വന്നത് എന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ ബഹുമാനിക്കാൻ പറഞ്ഞ, ആദരിക്കാൻ പറഞ്ഞ ദിവസങ്ങളിൽപ്പെട്ടതാണ്. ഇത്തരം സമയങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായും അള്ളാഹുലേക്ക് തൗബ ചെയ്തുകൊണ്ട് നമ്മൾ മടങ്ങണം. കാരണം അത് അള്ളാഹു സത്യം ചെയ്ത ഒരു മാസമാണ്. വൽ ഫജ്രി വലയാലിൻ അശ്രിൻ, പ്രഭാതത്തെ തന്നെയാണ് സത്യം, 10 രാവുകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ലാ യുഖ്സിമുൽ അദീം ഇല്ലാ ബിൽ അദീം, മഹോന്നതനായ അള്ളാഹു സത്യം ചെയ്യുന്നത് മഹത്തരമായ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുലേക്ക് നമ്മൾ തൗബ ചെയ്തുകൊണ്ട് മടങ്ങാൻ ബാധ്യസ്ഥരാണ്. തൗബ, അതോടൊപ്പം തന്നെ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കലും, സത്യസന്ധമായിട്ട് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി പടച്ചതമ്പുരാനിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ് എന്ന ബോധം മനസ്സിൽ കൊണ്ടുവന്ന് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും മാക്സിമം ഒരുപാട് ദാനധർമ്മങ്ങളും സുന്നത്ത് നോമ്പുകളും എന്തെല്ലാം ഖുർആൻ പാരായണവും പരസ്പര സഹായവും തുടങ്ങി എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ എല്ലാ അമലുകളും വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ഈ 10 ദിവസങ്ങൾ. ഇൻഷാ അല്ലാഹ് വളരെ ശ്രേഷ്ഠമായ സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അഫ്ളലു അയ്യാമിദ് ദുനിയ, ഈ ലോകത്തെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അയ്യാമുൽ അശ്രി, ഈ 10 ദിവസങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 10കളെ സംബന്ധിച്ച് മഹാന്മാർ പറയാറുണ്ട്. 3 10കളുണ്ട്.
മഹാനായ അബൂ സുമാൻ അൻ-നഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുൻഗാമികളൊക്കെ 3 പത്തുകളെ ബഹുമാനിക്കുമായിരുന്നു. ഒന്ന് റമളാനിലെ അവസാനത്തെ 10, പിന്നെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10, മുഹറമിലെ ആദ്യത്തെ 10. ശുദ്ധ ഹജ്ജ് വരുന്ന മാസമാണിത്. ഒരുപാട് ആളുകൾ ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമാകാതിരിക്കുകയാണ്. പക്ഷേ ആ നിയ്യത്തിന് അല്ലാഹു കൂലി തരട്ടെ. ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടിയ സൗദി അറേബ്യയിലുള്ള ആളുകൾക്കാണല്ലോ ഇപ്രാവശ്യം ഹജ്ജിന് അവസരമുള്ളത്. അള്ളാഹുരുടെയൊക്കെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ ഉംറയും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൻ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരേക്കും അള്ളാഹു പാപങ്ങൾ പുറത്തു തരും. സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് വളരെ ശ്രേഷ്ഠമായ നോമ്പാണ്, പ്രത്യേകിച്ച് അറഫ ദിനത്തെ നോമ്പ്. ആ നോമ്പിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു വല്ലതി ബഅദഹു. കഴിഞ്ഞ ഒരു വർഷവും വരാൻ പോകുന്ന ഒരു വർഷവും കൂടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ ഇടയാവുന്ന ശ്രേഷ്ഠമായ നോമ്പാണ് വിശുദ്ധമായ അറഫയുടെ നോമ്പ്. അതുകൊണ്ട് തന്നെ മഹാന്മാർ ഒരു വർഷത്തേക്കൂടെ ആയുസ് കിട്ടാനും പോലും ഇതിന് കാരണമായേക്കും എന്ന് അതിനെ സംബന്ധിച്ച് വ്യാഖ്യാനിച്ചവരുണ്ട്. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ 9 വരേക്കുമുള്ള ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. അതിനെ സംബന്ധിച്ച് അല്ലാമ നബി റഹ്മത്തുള്ളാഹി അലൈഹി സിയാമുഹാ മുസ്തഹബ്ബുൻ ഇസ്തിഹ്ബാബൻ ശദീദ, വളരെ ശ്രേഷ്ഠമായ നോമ്പാണ് എന്നൊക്കെ അതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. തക്ബീറും തഹ്മീദും തഹ്ലീലും ദിക്റും വർദ്ധിപ്പിക്കുക, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലുള്ള ദിക്റുകൾ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഈ വിശുദ്ധമായ 10 ദിവസങ്ങളെ അമലുകൾ കൊണ്ട് സജീവമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. അതിലെ വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. പ്രയാസപ്പെടുന്ന ആളുകൾ, കടബാധ്യതയുള്ളവർ, കടങ്ങളൊക്കെ വീടാനുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു അവന്റെ റഹ്മത്തും മഗ്ഫിറത്തും ചെയ്തു കൊടുക്കട്ടെ. അവർക്കും നമുക്കും അല്ലാഹു സ്വർഗം